പേപ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ഏരിയാസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള 12th ഡേയിലാണ് ഇന്ന് നമ്മളുള്ളത്. സോ 12th ഡേയുടെ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഈ രണ്ട് ലിസ്റ്റ് മാച്ച് ചെയ്യാനുള്ള എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലിസ്റ്റ് 1-നകത്ത് പോപ്പുലേഷൻ മീൻ ഉണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റ് 2-ൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. സോ ലിസ്റ്റ് 1-ൽ പോപ്പുലേഷൻ മീൻ ഉണ്ട്, മീൻ ഓഫ് സ്ക്വയേർഡ് വാല്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റ് 2-ൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഇതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇപ്പോൾ അവസാനം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ആൻസർ അറിയുന്നവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? എങ്ങനെയാണ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക? ഓക്കെ, ഈ ഒരു ഏരിയയാണ് നമ്മൾ നോക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു ഏരിയയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഒറ്റ കാര്യം മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ അറിയേണ്ട കാര്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1/n × σxi² - μ² എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് 1/n × σxi² - μ² എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഇതാണ് പോപ്പുലേഷൻ്റെ മീനാണ് ഇത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. മ്യൂ എന്ന് പറയുന്നത് മീനാണ്. ഇത് മീൻ ഓഫ് സ്ക്വയേർഡ് വാല്യൂസ് ആണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറയുന്നത് മീൻ ഓഫ് സ്ക്വയേർഡ് വാല്യൂസ് ആണ്. അതുപോലെ തന്നെ ഇത് പറയുന്നത് മീനാണ് എന്നുള്ളത്. ഇതിവിടെ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പോപ്പുലേഷൻ മീന്, ദെൻ മീൻ ഓഫ് സ്ക്വയേർഡ് വാല്യൂസ്, ഈ 3 കാര്യങ്ങളാണ് ഇക്വേഷനകത്ത് ആകെ ഉണ്ടാകുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ആ ഒരു ക്വസ്റ്റ്യനിൽ മീൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സം ഓഫ് സ്ക്വയേർഡ് വാല്യൂസും തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നമുക്ക് ഒറ്റ കാര്യം അതിനകത്ത് കണ്ടുപിടിക്കാനുള്ളൂ, അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഓരോ ഓപ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യത്തെ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മീൻ വാല്യൂ തന്നിട്ടുണ്ട് 3 എന്നുള്ളതാണ്. സം ഓഫ് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് 90 എന്നുള്ളതാണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 19 - 3² എന്നുള്ളത്. 90 ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 3 എന്നുള്ള വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സോ അതെന്ത് വരും? 90 സ്ക്വയർ റൂട്ട് ഓഫ് 90 - 9. 90 - 9 എന്ന് പറഞ്ഞാൽ 81 എന്നുള്ളതാണ്. 81ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. കൊടുത്തിരിക്കുക 9 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. എങ്ങനെ 9 കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. 90 എന്നുള്ള സം ഓഫ് സ്ക്വയേർഡ് വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്. 90 എന്നുള്ള വാല്യൂ, മീൻ വാല്യൂ തന്നിട്ടുണ്ട്. 3 എന്നുള്ളതാണ് മീൻ വാല്യൂ, അതും ആ ഒരു ഓപ്ഷൻസിനകത്ത് അവൈലബിൾ ആണ്. സോ ആ 2 കാര്യങ്ങൾ വെച്ചിട്ട് റൂട്ട് ഓഫ് 90 - 3² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ വാല്യൂ ആണ് 9 എന്ന് പറയുന്നത്. 9 എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. ഇതേ മെത്തഡോളജിയാണ് എല്ലാ ഓപ്ഷൻസിലും അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ വന്നിട്ടുണ്ട് 4 എന്നുള്ളതാണ്. മറ്റേത് 116 ആണ് അതിൻ്റെ മീൻ ഓഫ് സ്ക്വയേർഡ് വാല്യൂസ്. സോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 116 - 4² എന്നുള്ളത്, ദെൻ റൂട്ട് ഓഫ് 116 - 16, ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 100. 100ൻ്റെ സ്ക്വയർ റൂട്ടാണ് 10 എന്നുള്ളത്. സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്നുള്ളത് 10 ആണ്. സോ നെക്സ്റ്റ് മീൻ വാല്യൂ തന്നിട്ടുണ്ട് 5 എന്നുള്ളത് 146 എന്നുള്ളതാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 146 - 5² എന്നുള്ളതാണ്. 146 - 25 121. 121ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 11 എന്നുള്ളതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നാലാമത്തെ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ
മീൻ വാല്യൂ തന്നിട്ടുണ്ട് 6 എന്നുള്ളത്, മറ്റേത് 180 എന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 180 മൈനസ് 6 സ്ക്വയർ, ദെൻ റൂട്ട് ഓഫ് 144, 144 റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12 എന്നുള്ളതാണ്. സോ ഇതാണ് 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ കണ്ടുപിടിച്ചാൽ 9, 10, 11, 12 എന്നുള്ളതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നോക്കുക എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാച്ച് ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തുണ്ട്, ഇതിൻ്റെ എന്തായി 9, ഇതിൻ്റെ എന്തായി 10, ഇതിൻ്റെ എന്തായി 11, ഇതിൻ്റെ എന്തായി 12. ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ മാച്ച് ദ ഫോളോയിങ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ള ഒറ്റ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. റൂട്ട് ഓഫ് 90 മൈനസ് 3 സ്ക്വയർ എന്നുള്ളത്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 116 മൈനസ് 4 സ്ക്വയർ എന്നുള്ളത്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 146 മൈനസ് 5 സ്ക്വയർ എന്നുള്ളത്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 180 മൈനസ് 6 സ്ക്വയർ എന്നുള്ളത്, ആ ഒരു ഇക്വേഷൻസ് കൊടുത്തുകൊണ്ടാണ്, ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വേറെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള. സോ ഇതിൻ്റെ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? 3 എന്നുള്ളത്, A3, B4, ദെൻ C2, D1 എന്നുള്ളത്. ആ ഒരു എങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്നതാണ് നമ്മൾ ആ സ്ലൈഡിലായിട്ട് കണ്ടിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 3 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതും ഡിസംബർ 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻ വാല്യൂ തന്നിട്ടുണ്ട്, സം ഓഫ് സ്ക്വയർഡ് വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ പറഞ്ഞ ആ ഒരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് മീൻ സ്ക്വയർ വാല്യൂ മൈനസ് മീൻ വാല്യൂ. ഓക്കെ, സം ഓഫ് സ്ക്വയർഡ് വാല്യൂസ് മൈനസ് മീൻ സ്ക്വയർ എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ആദ്യത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് 61 മൈനസ് 5 സ്ക്വയർ എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെക്കുക. അതുപോലെ തന്നെ റൂട്ട് ഓഫ് 85 മൈനസ് 6 സ്ക്വയർ എന്നുള്ളത് ഇതിലെന്തായിരിക്കും? ഓപ്ഷൻ സിയിൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 113 മൈനസ് 7 സ്ക്വയർ എന്നുള്ളത്. ഫോർത്ത് ഓപ്ഷനിൽ റൂട്ട് ഓഫ് 145 മൈനസ് 8 സ്ക്വയർ എന്നുള്ള ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ചെയ്തു നോക്കുക. എത്രയായിരുന്നു ഇതിൻ്റെ ആൻസർ? എത്രയായിരിക്കും? അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഓരോ ഓപ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ചെയ്ത് നോക്കുക, റൂട്ട് സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുക, റൂട്ട് കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് എത്രയാണ് എന്ന് നോക്കുക. എത്രയായിരിക്കും? ആൻസർ കിട്ടിയോ? എന്താണ് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുള്ളത്? ഓക്കെ, ഫോർത്ത് വൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 എന്നുള്ളതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ 85, 6ഉം 85 വരികയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? എത്രയായിരിക്കും? 7 എന്നുള്ളതായിരിക്കും. ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തവർക്ക് എന്തായാലും അത് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തൊന്ന് 113 മൈനസ് 7 സ്ക്വയർ എന്ന് പറയുന്നത് അതിനായിട്ട് വരുന്നത് 8 എന്നുള്ളതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ലാസ്റ്റ് വൺ ആണ് റൂട്ട് ഓഫ് 145 മൈനസ് 8 സ്ക്വയർ എന്നുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 9 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും. സോ ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് നോക്കുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്തതിൽ എന്തെങ്കിലും വന്നിട്ടുള്ള മിസ്റ്റേക്കുകളായിരിക്കാം. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. മാത്സ് ആണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ആണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.